ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള നല്ലൊരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്ന് നല്ലൊരു പുഡിങ്ങാണ് തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് ഞാൻ തയ്യാറാക്കുന്നത്. ചൂട് സമയത്ത് ഇത് ശരീരം തണുപ്പിക്കാൻ വളരെ നല്ലതാണ്. ഇനി വീഡിയോയിലോട്ട് പോകാം. ഒരു പഴുത്ത മാങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പഴുത്ത മാങ്ങ എടുത്ത് തൊലി ചെത്തിയെടുക്കാം. നല്ലതുപോലെ പഴുത്ത ഒരു മാങ്ങ ആയിരിക്കണം. ഇതുപോലെ പഴുത്ത ഒരു മാങ്ങ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. സ്വല്പം വലിയ മാങ്ങ നോക്കി എടുക്കാൻ നോക്കുക. ഇതേപോലെ ഒരു പുഡിംഗ് ഉണ്ടാക്കാൻ ഇത്രയും വലിയൊരു മാങ്ങയാണ് ആവശ്യം. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഭാഗം ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് പാലൊഴിച്ച് അതിലേക്ക് കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കാം. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കസ്റ്റാർഡ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു വലിയ ടേബിൾ സ്പൂൺ അളവിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കട്ടയെല്ലാം നല്ലതുപോലെ അലിഞ്ഞു ചേരണം. കട്ടയില്ലാതെ തന്നെ ഒന്ന് നല്ലതുപോലെ കലക്കിയതിന് ശേഷം ഇതിൽ മധുരം ചേർത്ത് കൊടുക്കാം. മധുരത്തിന് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലതുപോലെ കാച്ചി കുറുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. ഇനി മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്ത് അടുപ്പിൽ വെച്ച് കുറുക്കിയെടുക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് മാങ്ങ എടുത്ത് വെച്ചതിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. 100 ഗ്രാമോ 50 ഗ്രാമോ ഉള്ളണക്കിന് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം. കുറുക്കി വെച്ചിരിക്കുന്ന പാല് നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇതേ അളവിൽ തന്നെ കുറുക്കി വയ്ക്കണം. ഇനി ഒരു ടിന്നെടുക്കാം. ഇത് മാങ്ങ അടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതേപോലെ കട്ടിയായിട്ട് അടിച്ചെടുക്കണം. ഇനി മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതും മാറ്റി വയ്ക്കാം. ഇനി ബ്രെഡ് ഇതുപോലെ അടുക്കി വെച്ചതിന് ശേഷം 4 ഭാഗവും കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്ത് 4 ഭാഗത്തു നിന്നുള്ളതും മാറ്റിയതിന് ശേഷം ഈ വെളുത്ത ഭാഗം മാത്രം മതി ഇതിന് പുഡിംഗ് ഉണ്ടാക്കാൻ. മൊരിഞ്ഞ ഭാഗമെല്ലാം മാറ്റിയെടുക്കണം. ഇനി ഇത് നിരത്തി വയ്ക്കാം. നിരത്തി വെച്ചിട്ട് ആ ടിന്നിൻ്റെ അളവിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ടിന്നിൽ ഇതുപോലെ നിരത്തി കൊടുക്കാം. ഒരു ലെയർ നിരത്തിയാൽ മതി. അതിനുശേഷം മാങ്ങാ ക്രീമാണ് ഇതിനകത്ത് നിരത്തി കൊടുക്കുന്നത്. മാങ്ങാ ക്രീമിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ചേർത്തതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ബ്രെഡിൻ്റെ മുകളിലായിട്ട് മാങ്ങാ ക്രീമാണ് ആദ്യമേ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് വാനില എസൻസ് കുറുക്കി വെച്ചിരിക്കുന്നതിലും കൂടെ ചേർത്ത് കൊടുക്കാം. മാങ്ങാ ക്രീം ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറുക്കി വെച്ചിരിക്കുന്ന ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്ത ലെയറും ഇതുപോലെ വെച്ച് ഇതുപോലെ തന്നെയാണ് മാങ്ങാ ക്രീമും നമ്മൾ കുറുക്കി വെച്ചിരിക്കുന്ന ക്രീമും കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. ഇത് നല്ലതുപോലെ ശരീരം തണുക്കാൻ നല്ലതാണ്. ഇടയ്ക്ക് ഞാൻ ഒരു സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഒന്ന് വിതറിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ബ്രെഡ് ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിൽ മാങ്ങാ ജ്യൂസ് ഒഴിക്കുന്നു. അങ്ങനെ ഓരോ ലെയറായിട്ട് അടുക്കി വെച്ചതിന് ശേഷം ക്രീമും കൂടെ ഒഴിക്കണം. അതിൻ്റെ മുകളിലായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങാ പീസ് ഇട്ട് കൊടുക്കാം.
മാങ്ങാ പീസും ഇട്ട് ഫില്ല് ചെയ്തതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം. ഒരു 7-8 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ നല്ലതാണ്. ഈ മാങ്ങാ പീസെല്ലാം നിരത്തിയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് പിസ്തായോ ബദാംകായോ ഉണ്ടെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും നട്ട്സുകളുണ്ടെങ്കിൽ ഇതുപോലെ കൊച്ചായിട്ട് ക്രഷ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കാം. അത് നല്ലൊരു ടേസ്റ്റിയാണ്. ഇതുപോലെ ഫില്ല് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കാവുന്നതാണ്. അടച്ച് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇനി പിറ്റേ ദിവസമാണ് ഞാൻ എടുക്കുന്നത്. അതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതുപോലെ മാറ്റിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഒരു ഡെക്കറേഷൻ ചെയ്യുകയാണ്. കുങ്കുമപ്പൂ ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് തേനൊന്ന് ചുറ്റിച്ചൊഴിച്ചു കൊടുക്കാം. ഞാൻ 1 സ്പൂൺ തേൻ മാത്രമേ ഒഴിക്കുന്നുള്ളൂ. ആവശ്യത്തിനുള്ള മധുരം അതിനകത്തുണ്ടത് ഉള്ളത് കൊണ്ട് കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. അതിൻ്റെ മുകളിലായിട്ട് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കസ്റ്റാർഡ് പൗഡർ മേടിച്ചതിൻ്റെ കൂടെ ഒരു ക്രീം ഉണ്ടായിരുന്നു, അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ ചുറ്റിച്ചൊഴിച്ച് കൊടുക്കുക. ഇനി ഇത് കട്ട് ചെയ്ത് പാത്രത്തിലോട്ട് മാറ്റാം. കുറച്ച് തണുപ്പ് പോയതിന് ശേഷം പാത്രത്തിലോട്ടാക്കുന്നേ നല്ലത്. ഇതുപോലെ കട്ട് ചെയ്ത് അലിഞ്ഞു വരുന്ന പരുവത്തിന് കഴിക്കാവുന്നതാണ്. ഒരു സ്പൂൺ കൊണ്ട് കോരി തിന്നത്തക്ക വിധത്തിൽ നമ്മൾ കട്ട് ചെയ്ത് പാത്രത്തിലോട്ട് മാറ്റണം. ഇതുപോലെ ഓരോ പാത്രത്തിലാക്കി എല്ലാവർക്കും കൊടുക്കാവുന്നതാണ്. നല്ല തണുപ്പും ടേസ്റ്റുമാണ്. നല്ല മധുരമുള്ള നല്ലൊരു റെസിപ്പിയാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഈ ചൂട് സമയത്ത് ഇതൊരു ഐറ്റം മതി. എല്ലാവർക്കും എൻ്റെ താങ്ക്സ്.